അഗതികൾക്കും ആലംബഹീനർക്കും കാരുണ്യത്തിന്റെ തണലേകി തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും 100 വർഷങ്ങൾ പൂർത്തിയാക്കിയ SD സന്യാസ സമൂഹം ശതാബ്ദി ആഘോഷിച്ചു. ഉപേക്ഷിക്കപ്പെട്ടവരും രോഗികളും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് കരുണാർദ്രമായ പരിചരണവും സ്നേഹവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമൂഹം പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ ആരംഭിച്ച SD സന്യാസ സമൂഹം ഇന്ന് ഇന്ത്യയിലുടനീളവും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നീ വൻകരകളിലെ വിവിധ രാജ്യങ്ങളിലും സേവനം ചെയ്യുന്നു. 1090-ലധികം സന്യാസിനിമാരും 6-ലധികം പ്രൊവിൻസുകളും ഈ സമൂഹത്തിന് കീഴിലുണ്ട്. ക്രിസ്തുവിന്റെ കാരുണ്യ പ്രവർത്തികൾ സ്വന്തം ജീവിതത്തിലൂടെ പ്രഘോഷിക്കുന്ന SD സന്യാസ സമൂഹം ശതാബ്ദിയുടെ നിറവിലും അനാഥരുടെയും ആരുമില്ലാത്തവരുടെയും അത്താണിയായി തുടരുന്നു. സന്യാസ സമർപ്പണത്തിന്റെ 50 വർഷവും 25 വർഷവും പൂർത്തിയാക്കിയ സന്യാസിനിമാരെയും സന്യാസ സമൂഹത്തിന്റെ പൈതൃക ചൈതന്യം ഏറ്റുവാങ്ങി വ്രതവാഗ്ദാനം നടത്തിയ നവസമർപ്പിതരെയും ചടങ്ങിൽ ആദരിച്ചു. സന്യാസ സമൂഹത്തിന്റെ ശുശ്രൂഷകൾക്ക് വാതായനങ്ങൾ തുറന്നുകൊടുത്ത ലത്തീൻ രൂപതകളിൽ നിന്നുള്ള പിതാക്കന്മാരെയും മറ്റ് വിശിഷ്ടാതിഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡൽഹി ആർച്ച് ബിഷപ്പും CBCI ജനറൽ സെക്രട്ടറിയുമായ മാർ അനിൽ കൂട്ടോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബാലസോർ രൂപത അധ്യക്ഷൻ മാർ വർഗീസ് തോട്ടംകര, ഇറ്റാനഗർ ബിഷപ്പ് മാർ ജോൺ തോമസ് കാട്രുകുടിയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഉച്ചകഴിഞ്ഞ് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ചെയ്യേണ്ട അഗതി ശുശ്രൂഷയാണ് SD സിസ്റ്റേഴ്സ് ഏറ്റെടുത്ത് നടത്തുന്നതെന്നും ഇത് സർക്കാരിനെ വലിയൊരു കൈത്താങ്ങാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും നൽകാമെന്ന ഈശോയുടെ അതേ ദൗത്യത്തിലാണ് സന്യാസ സമൂഹം വ്യാപൃതരായിരിക്കുന്നതെന്നും സ്ഥാപക പിതാവായ ധന്യൻ വർഗീസ് പയ്യപ്പള്ളിയച്ചന്റെ വലിയ സ്വപ്നമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നല്ല സമരിയാന്റെ ഉപമ ഉദ്ധരിച്ച് അധ്യക്ഷ പ്രസംഗം നടത്തിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മറ്റു വരുമാന മാർഗങ്ങളിലേക്ക് തിരിയാതെ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതിലേക്ക് മാത്രം ഊന്നൽ നൽകി സന്യാസ സമൂഹം അതിന്റെ ഉറവിടങ്ങളിലേക്ക് തിരികെ പോകണമെന്ന് ഓർമ്മിപ്പിച്ചു. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്കായി നിലകൊള്ളുന്ന SD സന്യാസ സമൂഹത്തിന്റെ വിളി എന്തെന്ന് പുനർവിചിന്തനം ചെയ്യണമെന്ന് ശതാബ്ദി സന്ദേശം നൽകിയ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. ചടങ്ങിൽ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ലിസ് ഗ്രേസ് SD മുഖ്യപ്രഭാഷണവും മാർ അനിൽ കൂട്ടോ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി SD സന്യാസ സമൂഹത്തിന്റെ സംക്ഷിപ്ത ചരിത്രം, ശതാബ്ദി സ്മരണിക, ഡോക്യുമെന്ററി എന്നിവയുടെ പ്രകാശനവും നടന്നു. പണിക്കൻകുടി ക്യൂൻ മേരി പബ്ലിക് സ്കൂളിലെ കുട്ടികളുടെ രംഗപൂജ, ചങ്ങനാശ്ശേരി മേഴ്സി ഹോമിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംഘനൃത്തം, പ്രശസ്ത ഗായിക സിസ്റ്റർ റിൻസി അൽഫോൻസിന്റെ സംഗീത കച്ചേരി എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. ജനറൽ കൗൺസിലർ സിസ്റ്റർ ഫ്രാൻസിയ SD കൃതജ്ഞത അർപ്പിച്ചു. സീറോ മലബാർ സഭയുടെ മടിത്തട്ടിൽ ജന്മം കൊണ്ട് സഭയുടെ പൈതൃക പരിപാലനവും പരിശീലനവും ഏറ്റുവാങ്ങിയ SD സന്യാസ സമൂഹം ഞായറാഴ്ച സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും വിവിധ രൂപതകളിൽ നിന്നും എത്തിയ 22 പിതാക്കന്മാരോടും ഒരുമിച്ച് ജനറലേറ്റിൽ അർപ്പിച്ച വിശുദ്ധ ബലിയിലൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. എറണാകുളം ഗാന്ധിനഗർ കോളനിയിലെ പാവപ്പെട്ട മക്കളെ സ്വയം പര്യാപ്തരാക്കാൻ SD സഹോദരിമാർ രൂപപ്പെടുത്തിയെടുത്ത ബാൻഡ് മേളത്തോടെയായിരുന്നു പിതാക്കന്മാർക്ക് വരവേൽപ്പ് നൽകിയത്. SD-യുടെ ക്യാരിസം അനന്യമാണെന്നും അത് ശുശ്രൂഷകളിലൂടെ ഏറ്റവും മഹത്തായി പ്രതിഫലിപ്പിക്കുവാൻ സന്യാസ സമൂഹത്തിന് സാധിക്കുന്നുണ്ട് എന്നും സ്ഥാപക പിതാവ് ധന്യൻ വർഗീസ് പയ്യപ്പള്ളിയച്ചൻ സ്വർഗത്തിലുണ്ടെന്നും അവിടെ നിന്ന് ശക്തമായ മാധ്യസ്ഥം വഹിക്കുന്നു എന്നതിന്റെയും വലിയ തെളിവാണ് SD സന്യാസ സമൂഹത്തിന്റെ വളർച്ചയെന്നും പിതാവ് പ്രസംഗമധ്യേ അനുസ്മരിപ്പിച്ചു. വിവിധ രൂപതകളിലായി ചെയ്യുന്ന ശുശ്രൂഷകൾക്കായി അദ്ദേഹം സന്യാസ സമൂഹത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും സ്നേഹാദരവുകൾ അറിയിക്കുകയും ചെയ്തു. പിതാക്കന്മാരുടെ സാന്നിധ്യത്തിനും സന്യാസ സമൂഹത്തോട് കാണിക്കുന്ന സഹോദര തുല്യമായ വാത്സല്യത്തിനും കരുതലിനും സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ലിസ് ഗ്രേസ് നന്ദി അർപ്പിച്ചു. സ്നേഹവിരുന്നോടെയും പിതാക്കന്മാർക്കുള്ള ഉപഹാര സമർപ്പണത്തോടെയും ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു.